മഴക്കാലത്ത് വെള്ളം കയറാത്ത, അത് വർഷകാലത്ത് വെള്ളം കയറാത്ത വാട്ടർ ഫ്രണ്ടേജിൽ 85 സെൻറ്റ് സ്ഥലവും വീടും. വീട് എങ്ങനെയുണ്ടെന്ന് നോക്കി. ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യുക, കവേഡ് കാർ പോർച്ച് ഒന്ന് ഉണ്ട്, അവിടെ തന്നെ ഡ്രൈവറിന് റൂമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് നല്ലൊരു വീടാണിത്. 85 സെൻറ്റ് സ്ഥലത്തിൽ 20 സെൻറ്റ് മറ്റേ പുഴയുടെ തീരമുണ്ടോ, അത് നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർക്ക് 65 സെൻറ്റിൻ്റെ പൈസ മാത്രമേ ഇവർ ചോദിക്കണുള്ളൂ. 65 സെൻറ്റ് സ്ഥലം ഈ വീടുണ്ട്. മറ്റേത് പുറമ്പോക്കായിട്ട് കിടക്കണതാണ്. അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതോടെ നിങ്ങൾക്ക് വല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, കിണർ കാര്യങ്ങൾ, ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. വാഴയും കപ്പയും മാവൊക്കെ കണ്ട പടന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ മാങ്ങയും ഉണ്ടായിട്ടുണ്ട്. ഈ താഴെ ചുവന്ന കളറിൽ കണ്ട അത് മുഴുവൻ ചീര കൃഷി ചെയ്തേക്കണേണ്ടത്. ഇതിപ്പോൾ വളർന്ന് വരുന്നതേ ഉള്ളൂ. പുറകിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വീടും അവിടെ ഇഷ്ടം പോലെ വാഴ നട്ടേക്കണാണ്. ഉണ്ടോ, അങ്ങനെ കൃഷി ചെയ്യുക. ഇഷ്ടം പോലെ തെങ്ങുണ്ട്, തേങ്ങ കിട്ടും. കണ്ടാ ഇവിടെ നിന്ന് ബാൽക്കണി കണ്ട, ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴയിൽ നിന്നുള്ള കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കുക. ഇത് വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കാരണം നല്ല ലൊക്കേഷനാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോഴാണ് ഈ വീടിൻ്റെ യഥാർത്ഥ ഒരു എന്താ പറയുക വൈബ് മനസ്സിലാവുള്ളൂ. കാരണം ഇത് അദ്ദേഹം കൊടുത്തൊരു ലൊക്കേഷനിലാണ് ഈ വീടിരിക്കണം. എന്താ ഇഷ്ടം പോലെ തെങ്ങ്, എല്ലാത്തിലും നല്ല കായ്ഫലമുണ്ട്. തേങ്ങക്കൊന്നും നിങ്ങൾ പുറത്ത് പോകണ്ട. അത് വെളിച്ചെണ്ണ, തേങ്ങ ഇത് രണ്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും. കാരണം ഈ തേങ്ങ ഉണക്കി കൊപ്രയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കിട്ടും. വെളിച്ചെണ്ണ നിങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങേ വേണ്ട, തേങ്ങയും വാങ്ങിക്കേണ്ട. പിന്നെ പച്ചക്കറി കാര്യങ്ങൾ, കൃഷി, വാഴ എല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലം കണ്ട. അവരെ പൂവിൻ്റെയൊക്കെ വലിപ്പം കണ്ട. വീടിൻ്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളൊന്നും കാണാം. ഇത് വീട് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ്. റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല വലിപ്പമുള്ള റൂം. ഇത് സിറ്റ് ഔട്ടൊക്കെ മൊത്തം ഗ്രാനൈറ്റാണ് ഇട്ടേക്കണം. ഇത് ഈ നേരെ കാണുന്ന ഡ്രൈവർക്കുള്ള റൂമാണ്. കാർ പോർച്ച്, ഇത് ഡ്രൈവർക്കുള്ള റൂം. അത് നിങ്ങൾ വരുമ്പോഴെങ്കിൽ തുറന്നു കണ്ടോട്ടെ, ഞാനത് കാണിക്കാൻ ഞാൻ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ. ഇവിടെ ഇതേ ലിവിങ് സ്പേസ് ഇതല്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് ലിവിങ് സ്പേസ് വരുന്നത്. ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. കണ്ടോ എന്താ ഒരു വലിപ്പം നോക്കി, നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ. ഇനി ഇത് നേരെ ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ. കണ്ടോ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്. കാരണം ഈ വീട് മൊത്തത്തിൽ 4000 സ്ക്വയർ ഫീറ്റാണ്. 4000 സ്ക്വയർ ഫീറ്റ് വീടാണിത്. ഞാനിതിൻ്റെ എല്ലാം 1 by 1 ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. കാരണം ഇതിന് ഒരുപാട് സൗകര്യങ്ങളാണ്. ഇത് വാഷ് കൗണ്ടർ ഏരിയ, ഇത് കിച്ചൺ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണേണ്ട. കിച്ചണും കാരണം ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് മെയിൻ കിച്ചൺ, ഇത് ഇവിടെ ഒരു സ്റ്റോർ റൂം അത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇത് സെക്കൻഡ് കിച്ചൺ, അവിടെ വേറൊരു സ്റ്റോർ റൂം അവിടെ വേറെ ഉണ്ട്. അത് സ്റ്റോർ റൂമല്ല, ശരിക്കും അത് സർവൻറ്റിനുള്ള റൂമാണ്. വീട്ടിൽ പണിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് താമസിക്കാനില്ല. തൊട്ടപ്പുറത്ത് തന്നെ വേറെ എണ്ണം കൂടി ഉണ്ട്. ഞാൻ എല്ലാവരും തുറന്ന് നിങ്ങളെ കാണിക്കാം. അത് നിങ്ങൾ വരുമ്പോൾ നേരിട്ട് കാണാം. കാരണം ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വെറുതെ നിങ്ങളൊരു ഇതായിട്ട് കാണിച്ച് പോകണമെന്നേ ഉള്ളൂ. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കേട്ടോ. കാരണം ഇത് 2018 ഇവിടെ വെള്ളം വന്നതാണ്. 2018 മുൻപും വന്നിട്ടില്ല, 18 കഴിഞ്ഞിട്ടും വന്നിട്ടില്ല. 18 ഡാം മുഴുവൻ തുറന്നു വിട്ട കാരണം ഇവിടെ വെള്ളം കയറിയായിരുന്നു. അല്ലാണ്ട് 18 കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം വന്നിട്ടില്ല കേട്ടോ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. വർഷം എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വെള്ളം കയറില്ല. കാരണം അവിടെ 2 തട്ടായിട്ടാണ് ഭൂമി നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലുണ്ട് കുറച്ച് ചെയ്യണം. അവിടെ ബാൽക്കണി, ഇതേ ഉടനെ വലിയ 2 റൂം കാര്യങ്ങളൊക്കെ മുകളിൽ വേറെ ഉണ്ട്. വേണ്ട ഇവിടെ നിന്ന് വെറുതെ കാറ്റും കൊണ്ടിരിക്കാൻ എന്ത് രസമെന്നറിയാം.
നല്ല കൂളിങ്ങാണ്. പുഴയിൽ നിങ്ങൾ ആ വെള്ളത്തിൽ അടിച്ചു പിന്നെ കാറ്റില്ലേ. പിന്നെ ഈ പുഴയിലാണെങ്കിൽ ഇഷ്ടം പോലെ മീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ ചൂണ്ടയൊക്കെ ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോണ അറിയില്ല. ഇത് സ്റ്റെപ്പിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് തടിയാണ്ട. നമ്മൾ ഈ ചവിട്ടണ ഭാഗം കംപ്ലീറ്റ് തടിയാണ് ഉപയോഗിച്ചേക്കണം. ഉണ്ടാ ഇനി ഇവിടെ നമുക്ക് 2 സൈഡിലോട്ടും പോവാം. വലിയൊരു ബാൽക്കണിയും ഉണ്ട്, പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ വലിയൊരു ഹാള് വേറെ ഉണ്ട്. ഇത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം വേണ്ട, ഇത് അതിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി. ഞാൻ അകത്ത് കയറി ഒന്ന് ലൈറ്റ് ഇടട്ടേട്ടാ, ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. കണ്ടാ, നല്ല വലിപ്പമുള്ള നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യണ ബാത്റൂം. ഇവിടെ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഹാളുണ്ട്. ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ്. അവിടെ വലിയൊരു ഹാളുണ്ട്. ഇവിടെയാണ് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനും എല്ലാത്തിനുള്ളൊരു സൗകര്യം ഇവിടെയാണ് കൊടുത്തേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി കാണാം. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ല നല്ല പക്കാ വ്യൂ ആണ്. ഇവിടെ ഈ 2018 വെള്ളം കയറിയത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. 2018 ഏകദേശം ഒരു 6 അടി ഹൈറ്റിൽ വെള്ളം വന്നതിന് ഇവിടെ. കാരണം ഈ കാണുന്ന പെരിയാറാണ്. എന്താ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ മാറി പാറക്കടവാണ് കേട്ടോ. അതിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. 2ാമത്തെ ബെഡ്റൂം മുകളിലത്തിലല്ല. അങ്ങനെ 4 അറ്റാച്ച്ഡ് ബെഡ്റൂം ഈ വീടിനുണ്ട്. പിന്നെ സർവൻറ്റ് റൂം, ഡ്രൈവർക്കുള്ള റൂമൊക്കെ വേറെ. അങ്ങനെ മൊത്തത്തിൽ 4000 സ്ക്വയർ ഫീറ്റും 65 സെൻറ്റ് സ്ഥലവും. അതും മെയിൻ റോഡിൽ നിന്ന് 2ാമത്തെ വീട്. ഇതിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 കോടി രൂപയാണ്. അത് നെഗോഷ്യബിളാണ് കേട്ടോ. കാരണം നല്ലൊരു ലൊക്കേഷനാണ്. 2018 ശേഷം അതിക്ക് മുന്നോ ഇവിടെ വെള്ളം കയറിയിട്ടില്ല. ആ 18 ഡാം മുഴുവൻ തുറന്നു വിട്ടപ്പോൾ ഉള്ള വെള്ളം വന്നതല്ലാണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക്, കാരണം ഇവിടെ ഇതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ വെച്ചാൽ നല്ല പ്രൈം ലൊക്കേഷനാണ്. കാരണം ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ തന്നെ നല്ല വരുമാനം കിട്ടും. കാരണം അത്രയും നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറേക്ക് കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ ബന്ധപ്പെടാണ്ട. എന്താ ഒരു ഭംഗി നോക്കി കണ്ടാ. ഇഷ്ടം പോലെ മീനുള്ള പുഴ. ചൂണ്ടിട്ടിരിക്കാൻ സമയം പോണ അറിയില്ല.